അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ചിന്തയ്ക്കായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11 അധ്യായം 5 വാക്യം. 11 അധ്യായം 5 വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വീണു, എന്നോട് കൽപ്പിച്ചത് നീ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ ഇന്ന് തന്നെ പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേലിൻ്റെ മേൽ വന്നു. സ്തോത്രം, ആമേൻ. ആ ദൈവത്തിൻ്റെ ആത്മാവ്, ആ പരിശുദ്ധാത്മാവ് പ്രവാചകനായിരിക്കുന്ന യെഹെസ്കേലിൻ്റെ മേൽ വീണപ്പോൾ, അപ്പോൾ എന്ന് പറയുമ്പോൾ 4 വാക്യം പറയുന്നു, അതുകൊണ്ട് അവരെക്കുറിച്ച് പ്രവചിക്ക, മനുഷ്യപുത്ര പ്രവചിക്ക എന്ന് കൽപ്പിച്ചു. കണ്ടോ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേലിൻ്റെ മേൽ കൊടുക്കുകയാണ്. ദൈവാത്മാവ് ആരുടെ മേൽ വീണിട്ടുണ്ടോ അവരെ കൊണ്ട് കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ദൈവാത്മാവ് അങ്ങനെ കൊടുക്കത്തില്ല. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത നൂറുകണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പല വിഭാഗ ചർച്ചുകളിൽ പോയി ആരാധിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവില്ലാത്തവരുണ്ട്. അത് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധമാണ്. നമുക്കറിയാം, പ്രാവ് ഒരിക്കലും അഴുക്കിൽ നിന്ന് ആഹാരം കഴിക്കാറില്ല. സ്തോത്രം. അഴുകിയതോ, ആമേൻ, നാറ്റം വെച്ചതോ, ചീഞ്ഞതോ അല്ലെങ്കിൽ ചെളി കിടക്കുന്നതൊന്നും പ്രാവ് ഭക്ഷിക്കാറില്ല. അതിന് നല്ല സ്ഥലത്ത് അതിന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പ്രാവ് വയറ് നിറയെ ആഹാരം കഴിക്കും. സ്തോത്രം. അപ്പോ ആ പ്രാവ് വിശുദ്ധ സ്ഥലത്ത് ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. നല്ല സ്ഥലത്ത്. അതാണ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ആമേൻ ഇറങ്ങി കർത്താവിൻ്റെ മേൽ വന്നത്. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധമാണ്. അതിനകത്ത് ആർക്കും അതിനെ വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല, പ്രാപിച്ചെടുക്കണം. ആമേൻ. പരിശുദ്ധാത്മാവ് പ്രാപിക്കാനുള്ള വ്യവസ്ഥകൾ 3 കാര്യമാണ്. ഒന്ന്, കുറവുകളെ ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. 2, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. സ്തോത്രം. 3, വാങ്ങൽ ഇടപാടിൽ ക്ലിയർ ആയിരിക്കണം. ഇത് 3ഉം പ്രാപിച്ചില്ല എങ്കിൽ, അനുസരിച്ചില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയില്ല. ഈ 3 കാര്യം വെറുതെ പറഞ്ഞു വിട്ടെങ്കിലും ഇതിനകത്ത് ഈ 3 കാര്യവും തമ്മിൽ കോടീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പ്രധാനപ്പെട്ട 3 കാര്യമാണ് പറഞ്ഞത്. സ്തോത്രം. ഏറ്റുപറച്ചിൽ, കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്. നോക്കൂ, ഇവിടെ നമ്മൾ 4 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അതുകൊണ്ട് 1 വാക്യം എന്ന് വായിച്ചേ, അനന്തരം ആത്മാവ് എന്നെ എടുത്ത് യഹോവയുടെ ആലയത്തിന് കീഴിൽ കിഴക്ക് ദർശനമുള്ള കിഴക്ക് പടിവാതിക്കൽ കൊണ്ടുപോയി പടിവാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ ഞാൻ. നോക്കൂ, അപ്പൊ ദൈവം എടുത്തുകൊണ്ട് പോയത് എവിടെയെന്നറിയാമോ? ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കിഴക്ക് പടിവാതിക്കൽ കൊണ്ടുപോയി പടിവാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ ഞാൻ 25 പുരുഷന്മാരെയും അവരുടെ നടുവിൽ ജനത്തിൻ്റെ പ്രഭുവായ
ആമേൻ, ദൈവത്തിന്റെ വലിയ സേന നോക്കൂ. ആമേൻ, സ്തോത്രം. ദൈവമഹത്വത്തിന്റെ പ്രവർത്തിക്കകത്ത് നിൽക്കാൻ ഈ തലമുറയിൽ ദൈവം ചിലരെ കണ്ടു നമ്മെ നോക്കി നടക്കുക. എന്തിനാ? പരിശുദ്ധാത്മാവിനെ പകരാൻ. ഈ 3 വ്യവസ്ഥകൾ ലംഘിച്ചടക്കുന്നവരുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് കീഴടങ്ങാനോ ഒന്ന് സമർപ്പിക്കാനോ ദൈവസന്നിധിയിൽ, മനുഷ്യന്റെ മുമ്പിൽ വേണ്ട, പോട്ടെ, ദൈവ മുമ്പിൽ ഒന്ന് കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്താൻ, ആ നാമത്തിന്റെ മഹത്വത്തിനായി ഒന്ന് നിൽക്കാൻ ഈ തലമുറയിൽ ദൈവം ചിലരെ തേടി വരികയാ. നോക്കൂ, 2-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇവർ ഈ നഗരത്തിൽ നീതികേട് നിരൂപിച്ച് ദുരാലോചന കഴിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നീതികേട് ഉള്ളവർക്ക് നേരെ പ്രവചിക്കാനാണ് പ്രവചനം. സ്തോത്രം, ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾ പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല, നീതികേടിലേക്ക് തിരിയുന്നവർക്ക് നീതിയുടെ പാത തെളിയിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. ദൈവം പറയാതെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക ശുശ്രൂഷയിലും ദൈവപദ്ധതിയിൽ നിൽക്കുന്ന ദൈവ പൈതലേ, ആമേൻ, 3-ാമത്തെ വാക്യം പറയുന്നു, വീടുകളെ പണിയുവാൻ സമയം അടുത്തിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പൊ വീടുകൾ പണിയാൻ, വീടുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് സമയമായിട്ടില്ലെന്ന്. ഹല്ലേലൂയ. അപ്പൊ സമയം ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നു. ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടാത്ത ഒന്നും നമുക്ക് വേണ്ട. സ്തോത്രം. അത് വ്യക്തികളാണെങ്കിലും, അത് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഏത് തലത്തിലുള്ള കാര്യാദികളാണെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടാത്ത ഒന്നും നമുക്ക് വേണ്ട. സ്തോത്രം. അത് നിലനിൽക്കത്തില്ലെന്നേ. അത് കുറച്ചു കഴിയുമ്പോൾ അതങ്ങ് പോകും. പക്ഷെ ദൈവത്താൽ സംഭവിക്കുന്നതുണ്ടല്ലോ, ദൈവത്താൽ സംഭവിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല, ഉറപ്പാണ്. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്താൽ അവൻ്റെ കണ്ണുകൾ ആ തലത്തിലായിരിക്കും. സ്തോത്രം. ബാക്കിയൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഈ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വീണു. നോക്കിക്കേ, ദൈവാത്മാവ് നിന്റെ മേൽ വീണാൽ നിന്നെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ദൈവാത്മാവ് നിന്റെ മേൽ വീണാൽ നീ പറയുന്നത് അതുപോലെ സംഭവിക്കും. ദൈവാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആമേൻ, ആർക്കും അതിനെ തടയാൻ കഴിയില്ലെന്ന്. സ്തോത്രം. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും അതിനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള കാര്യം ഇന്ന് പകലിൽ മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണോ? ദൈവ ആമേൻ ആ സന്നിധിയിൽ ഉണ്മയോടെ നിൽക്കുന്നവരാണോ? എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിലേക്ക് ഒന്ന് അടുത്തു വന്നേ. 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. കണ്ടോ, ഈ ആത്മാവ് നിന്നെ നിന്നെ തരം താഴ്ത്തുന്നവരുടെ മുൻപിൽ, നിന്നെ കുറ്റം പറയുന്നവരുടെ മുൻപിൽ, നിന്നെ പരാജയപ്പെടുത്തുവാൻ നിൽക്കുന്നവരുടെ മുൻപിൽ, ആമേൻ, നിന്നെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ നിന്നെ നിവർത്തി നിർത്തും. ആമേൻ പറ. ഓ ഹല്ലേലൂയ, ആമേൻ പറ. വിശ്വസിക്കുന്നതിൽ ആമേൻ പറ. നിന്റെ ഈ 2026 സ്തോത്രം, ഈ 7-ാമത്തെ മാസത്തിൽ ദൈവാത്മാവ് നിന്നെ നിവർത്തി നിർത്താൻ പോകുകയാ.
ഹാലലൂയ. ശബരപരഗതുനി. ഈ 13-ാം തീയതി തിങ്കളാഴ്ച പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ നിവർത്തി നിർത്തുന്ന ദൈവാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവ് നിന്നെ നിവർത്തി നിർത്തുന്ന ദൈവാത്മാവാണ്. ഹല്ലേലൂയ. നിന്നെ കർത്താവ് നിവർത്തി നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിന്നെ നിവർത്തി നിർത്തിയിട്ടാണ് ദൈവം നിന്നോട് സംസാരിക്കുന്നത്. ആമേൻ. നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ചവരെല്ലാം അവരെല്ലാവരും തലകുനിക്കപ്പെടും. ഹല്ലേലൂയ. കാരണം നീ ഓരോ ദിവസം കഴിയും തോറും ദൈവം നിന്നെ ഉയർച്ചയുടെ പടിയിലേക്ക് ഉയർച്ചയുടെ പടിയിലേക്ക് ഉയർച്ചയുടെ പടിയിലേക്ക് ഉയർച്ചയുടെ പടിയിലേക്ക് ഉയർച്ചയുടെ വാതിലിലേക്ക് ഉയർച്ചയുടെ മഹത്വത്തിലേക്ക് ഉയർച്ചയുടെ അനുഗ്രഹങ്ങളിലേക്ക് ഉയർച്ചയുടെ മഹത്വത്തിലേക്ക് ദൈവം നിന്നെ അടുപ്പിക്കുകയാണ്. ദൈവ പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യനും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം നീ നടക്കുന്നത് ദൈവാത്മാവിൽ. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാ. നിന്റെ മുൻപും പിൻപും ഇരുവശങ്ങളിലും പരിശുദ്ധാത്മാവാ. ആമേൻ. നിന്റെ എല്ലാ കാര്യാദികളും നോക്കുന്നത് ദൈവാത്മാവാ. ആമേൻ. നിന്നെ നടത്തുന്നത് ദൈവാത്മാവാ. നിന്നെ നിർത്തുന്നത് ദൈവാത്മാവാ. ശുശ്രൂഷിപ്പിക്കുന്നത് ദൈവാത്മാവാ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിന്നെ തളർത്താൻ ആർക്കും കഴിയത്തില്ല. നിന്നെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം നിന്റെ മേലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവാ. ഹാലലൂയ, 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 ഹാലലൂയ. രഥത്താൽ ജയം. ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിന്നെ നിവർത്തി നിർത്താൻ പോകുകയാ. ഈ 2026 ദൈവം നിന്നെ നിവർത്തി നിർത്താൻ പോകുകയാ. നിന്നെ തല കുലിപ്പിക്കാൻ നോക്കിയവരുടെ മുൻപിൽ, ആമേ, സ്നേഹ പ്രദർശനങ്ങൾ കാണിച്ചവരുടെ മുൻപിൽ, ആമേ സ്തോത്രം, നിന്നെ സ്നേഹ പ്രദർശനം കാണിച്ചവരുടെ മുൻപിൽ, നിന്നെ ആമേ സ്തോത്രം തകർക്കാൻ പദ്ധതി ഇട്ടവരുടെ മുൻപിൽ ദൈവം നിന്നെ ഉയർത്തി നിർത്തുന്ന ദിവസങ്ങളാ. ഉയർത്തി നിർത്തുന്ന ദിവസങ്ങളാ. പരിശുദ്ധാത്മാവിൽ നിന്നെ ഉയർത്തി നിർത്തുന്ന ദിവസങ്ങളാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതം ആത്മാവിൻ്റെ ഒഴുക്കിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇന്നലെ വരെ നീ പലപ്പോഴും ദൈവ പൈതലേ, ആമേ, പങ്കായമില്ലാത്തൊരു പടകിനെ പോലെ ഓളങ്ങൾക്കനുസരിച്ച് നീ ആമേൻ 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 ആമേ പൊയ്ക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇന്ന് ഈ സമയം ദൈവാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിനക്ക് നങ്കൂരിടാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് നിന്നെ ആമേൻ എണീപ്പിച്ചു നിർത്താൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. 3-ാം വാക്യം പറഞ്ഞു, അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന ആമേ മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. ആരും അവരുടെ പിതാക്കന്മാരും, പ്രൈസ് ദി ലോർഡ്, അവരും അവരുടെ പിതാക്കന്മാരും ഇന്ന് വരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ദൈവാത്മാവ്. അതിക്രമങ്ങളെ വെളിപ്പെടുത്തുന്ന, പാപങ്ങളെ വെളിപ്പെടുത്തുന്ന, ആമേൻ, നെറികേടിനെ വെളിപ്പെടുത്തുന്ന, ചതിവുകളെ വെളിപ്പെടുത്തുന്ന, ആമേൻ, വഞ്ചനകളെ വെളിപ്പെടുത്തുന്ന, ഉപായങ്ങളെ വെളിപ്പെടുത്തുന്ന, ആമേൻ, ശമനപരഗതുനി, ആമേ, കള്ളക്കാപട്യങ്ങളെ വെളിപ്പെടുത്തുന്ന, ആമേ സ്തോത്രം, സ്നേഹപ്രദർശനങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവാത്മാവ് ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്ക് ഈ ആത്മാവിനെ ആമേ വേണം, ഈ ആത്മാവിനെ എനിക്ക് വേണം. സ്തോത്രം. ഹല്ലേലൂയ. 5-ാമത്തെ ആമേ സ്തോത്രം 11-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറഞ്ഞു, അപ്പോൾ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വീണു, എന്നോട് കൽപ്പിച്ചത്, നീ പറയേണ്ടതെന്തല്ലാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു അരുളപ്പാട് യെഹെസ്കേലിന് ലഭിച്ചിരിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട എല്ലാ പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കട്ടെ.